ഹലോ ഗായ്സ്, നമുക്കിന്ന് ബീഫും കായിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം വേവിച്ച് വെച്ച ബീഫിലോട്ട് കുറച്ച് ഏത്തക്ക ആവശ്യമുള്ളത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കുക. ഒരു പാനിൽ അല്ലെങ്കിൽ ഒരു വലിയ ചട്ടിയിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ കരിവേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഒന്ന് മുറിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 പീസ് മുളകും കൂടി കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം നല്ല രീതിയിലൊന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സവോള ഞാനൊരു 5 വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തോരാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം കേട്ടോ. ഞാനിവിടെ സവോള നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറാവണ പരുവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിലേക്ക് ഇടാനുള്ള പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാല, മീറ്റ് മസാല. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് എന്ത് കറി വെക്കുമ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇടാറ്. അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കണത്. നോർമൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ കായും പോത്തൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടോ. ഇനി നല്ല ബ്രൗൺ കളറായിട്ടുള്ള സവോളയിലേക്ക് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഒരു തക്കാളി, ഞാനിപ്പോൾ ഒരു 3 വലിയ തക്കാളിയാണ് കൊടുത്തേക്കണത്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പരുവമെന്ന് വെച്ചാൽ തക്കാളി നല്ല ഉടഞ്ഞ് പേസ്റ്റായിട്ട് വരണം. തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം ആ ഒരു പൊടിയിൽ അതിടാം. അതിൽ ഞാൻ നേരത്തെ കുറച്ച് പെരുംജീരകവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്ര പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു പോത്തും കായും വേവിച്ചത് നമുക്ക് അതിലോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമുള്ളൂ. പിന്നെ ഞാൻ വേറെ സെപ്പറേറ്റ് വെള്ളവും കാര്യങ്ങളൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓവർ ചാറായിട്ടല്ല കേട്ടോ കറി. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. ഇതാണ് കേട്ടോ കറിയുടെ ടേസ്റ്റ് മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു വാഴയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്ത് മാറ്റുമ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ടാവും. നമ്മുടെ ടേസ്റ്റി പോത്തും കായ റെസിപ്പി റെഡി. ഇനി എല്ലാവരും ചൂടായിട്ട് സെർവ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.